എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷൻ ഒന്ന് വിലയിരുത്താം. വൈറ്റിന് കിങ് സൈഡിൽ 4 പോണുകളും ക്യൂൺ സൈഡിൽ 2 പോണുകളുമാണ് ഉള്ളത്. ബ്ലാക്കിന് കിങ് സൈഡിൽ 5 പോണുകളും ക്യൂൺ സൈഡിൽ 1 പോണുമാണുള്ളത്. ബ്ലാക്കിന് ക്യൂൺ സൈഡിൽ 1 പോണ് മാത്രമാണ് ഉള്ളത് എന്നതുകൊണ്ട് വൈറ്റിന് ഒരു ഔട്ട്സൈഡ് പാസ്റ്റ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ ബ്ലാക്കിന് കിങ് സൈഡിൽ 5 പോണുകൾ ഉള്ളതുകൊണ്ട് ഒരു സെൻട്രൽ പാസ്റ്റ് പോൺ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഇതുപോലുള്ള പൊസിഷനുകളിൽ ബ്ലാക്ക് ഒരു ഓപ്പോസിഷനോ മറ്റു ടാക്ടിക്സുകളോ ഉപയോഗിച്ചുകൊണ്ട് സമനില ഉണ്ടാക്കിയെടുക്കുവാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. കിങ് F8. ബ്ലാക്കിൻ്റെ കിങ്ങിനെ വളരെ പെട്ടെന്ന് തന്നെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയാണ്. KD2, KE8, KC3, KD7, KC4, KC6, Pawn H4, Pawn H6, Pawn B4. വൈറ്റിൻ്റെ പോൺ ഉപയോഗിച്ചുകൊണ്ട് A5, C5 എന്നീ സ്ക്വയറുകൾ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിന് ഇനി A5 എന്നൊരു നീക്കം നടത്തുവാൻ സാധിക്കില്ല. അതുപോലെ ഈ ഒരു പൊസിഷനിൽ വൈറ്റിൻ്റെ A5-ൽ ഇരിക്കുന്ന പോണിന് ഒരു വെയിറ്റ് മൂവ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിരിക്കുന്നു. പോൺ A6, പോൺ A4, പോൺ E6, പോൺ B5 പ്ലസ് A ക്രോസ് B5 പ്ലസ് A ക്രോസ് B5 പ്ലസ് വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും ഓരോ പോണുകൾ വീതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് B5-ൽ ഒരു പാസ് പോൺ ഉണ്ടാക്കുവാൻ വൈറ്റിന് സാധിച്ചിരിക്കുന്നു. KB6 കിങ് ഉപയോഗിച്ചുകൊണ്ട് പോണിൻ്റെ മുൻപിലോട്ടുള്ള നീക്കത്തെ ബ്ലോക്ക് ചെയ്യുന്നു. പോൺ G4, കിങ് B7. ബ്ലാക്കിൻ്റെ പോണുകൾ മുൻപിലോട്ട് നീക്കുകയാണെങ്കിൽ പോൺ സ്ട്രക്ചർ മോശമാകുമെന്നുള്ളത് കൊണ്ട് ബ്ലാക്ക് പോണുകൾ നീക്കം നടത്തുന്നതിന് പകരം കിങ്ങിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നീക്കം നടത്തുന്നു. F4, KB6, F5, G5, H5. ഇപ്പോൾ ബ്ലാക്കിൻ്റെ G5-ലും H5-ലും ഉള്ള പോണുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. KB7, KB4, KB6, F ക്രോസ് E6, F ക്രോസ് E6. ബ്ലാക്കിൻ്റെ D6, E6 എന്നീ ഫയലുകളിൽ ഇരിക്കുന്ന പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ ഒരു പ്രതിരോധം സൃഷ്ടിക്കുവാൻ സാധിച്ചിരിക്കുന്നു. KA4, കിങ് B7. ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് A5 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുന്നു. KA5, KA7, പോൺ B6 പ്ലസ് കിങ് B7, കിങ് B5. വൈറ്റിന് KC6 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം ഈ ഗെയിം വിജയിക്കുവാൻ സാധിക്കും. എന്നാൽ വളരെ മനോഹരമായ ഒരു അറ്റാക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഈ ഒരു പൊസിഷൻ സമനിലയാക്കുന്നു. പോൺ E5, KA5. വൈറ്റിൻ്റെ കിങ് 4th റാങ്കിലേക്കോ ബ്ലാക്കിൻ്റെ പോണിൻ്റെ അടുത്തേക്കോ വരികയാണെങ്കിൽ B6-ൽ ഇരിക്കുന്ന പോൺ നഷ്ടപ്പെടുന്നു. പോൺ D5. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ് ബ്ലാക്കിൻ്റെ പോണുകളുടെ സ്ക്വയർ തിയറിക്കുള്ളിലാണ്. എന്നാൽ B6-ൽ ഇരിക്കുന്ന പോൺ നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് D5, E5 എന്നീ ഫയലിലിരിക്കുന്ന പോണുകളുടെ അടുത്തേക്ക് വൈറ്റിൻ്റെ കിങ്ങിന് നീക്കം നടത്തുവാൻ സാധിക്കില്ല. E ക്രോസ് D5, E ക്രോസ് D5 എന്ന നീക്കം നടത്തിയില്ല എങ്കിൽ D4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു കണക്റ്റഡ് പാസ്റ്റ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു പൊസിഷനിൽ 4 നീക്കം നടത്തുകയാണെങ്കിൽ വൈറ്റിന് ക്യൂൻ വാഴിച്ചെടുക്കാം. പോൺ E4, പോൺ D6, പോൺ E3, പോൺ D7, പോൺ E2. D8 സമം ക്യൂൺ. അടുത്ത 2 നീക്കത്തോടു കൂടി ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. എന്നാൽ ബ്ലാക്കിന് E1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്കോടെ ഒരു ക്യൂൻ വാഴിച്ചെടുക്കുവാൻ സാധിക്കുന്നു. E1 സമം ക്യൂൻ പ്ലസ് കിങ് B5,
QB1 പ്ലസ് KC5. ഈ ഒരു ഗെയിമിലെ മഹത്തായ ഒരു നീക്കമായിരുന്നു അടുത്തത്. അടുത്ത നീക്കം എന്തായിരുന്നു എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. Queen B5 പ്ലസ് ബ്ലാക്ക് ക്യൂനിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു ചെക്ക് നൽകുന്നു. കിങ് ക്രോസ് B5. വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ വെട്ടിയെടുക്കുന്ന സമയത്ത് ബ്ലാക്കിന് സ്റ്റെയിൽമേറ്റിലൂടെ ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.